ദിവസങ്ങൾ മാറ്റമൊന്നും കൂടാതെ കടന്നുപോയി. എല്ലാവർക്കും മുന്നിൽ ആദിയും ജാനുവും പകൽ മുഴുവൻ ടോം ആൻഡ് ജെറി കളിച്ചും രാത്രിയിൽ പ്രണയമഴ നനഞ്ഞു പോകുന്നു. ഇതിനിടയിൽ ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞ് സായി അഞ്ചൊഴിച്ച് മറ്റാരും അറിയാതെ ഒരാഴ്ച അവർ നാട്ടിലേക്ക് പോയി നിന്നിരുന്നു. കിച്ചേട്ടന് തീരെ സമാധാനമില്ലാത്തതിനാൽ മീരയും കൃഷ്ണനെയും കൂട്ടി അഞ്ജുവിനെ പെണ്ണ് കാണാനായി പോയി. കൂട്ടത്തിൽ ആദിയും ജാനുവും ഐഷവും മുത്തുവും ചിത്രാമയും ലക്കിയും ആരുവും എല്ലാം കൂടെ ചേർന്നാണ് പോയത്. ലക്ഷ്മിക്ക് എതിർപ്പൊന്നുമില്ലാത്തതിനാൽ തടസ്സമൊന്നും കൂടാതെ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. പക്ഷെ അഞ്ജുവിൻ്റെ ഭാഗ്യമോ സായിയുടെ നിർഭാഗ്യമോ ജാതകത്തിൽ ശനിയും ചൊവ്വയും ബുധനുമൊക്കെ കയറി വന്നു. അങ്ങനെ വിവാഹം 1 വർഷം നീട്ടി. അടുത്ത മുഹൂർത്തത്തിൽ അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് വിശ്വസിച്ച് പാവം ചക്കൻ മുന്നോട്ട് പോവുകയാണ്. 4 ദിവസം നാട്ടിൽ നിന്ന ശേഷം എല്ലാവരും തിരിച്ച് ബാംഗ്ലൂരിലെത്തി. റാണിയും അച്ഛനും സുരേഷും അവിടെ ഇല്ലാത്തതിനാൽ അല്പം ഒന്നും ഒതുങ്ങിയിട്ടുണ്ട്. മിസ്റ്റർ വർമ്മ അധിക സമയം വീട്ടിലുണ്ട് എന്നറിയില്ല. ആള് ഫുൾ സൈലൻ്റാണ്. ആഗ്രഹിച്ച സമയത്ത് അച്ഛൻ തങ്ങളിൽ നിന്നും അകന്നതുകൊണ്ടാണോ എന്തോ ലക്കിയും ആരുവും ഒന്നും അയാളോട് വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് വന്ന പോലീസ് വഴിയാണ് മാളുവിൻ്റെ കേസ് റീഓപ്പൺ ചെയ്ത വിവരം എല്ലാവരും അറിയുന്നത്. പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന വർമ്മയെ കാണി ഐഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കൂടെ കിടക്കുന്നവരാപ്പനി അറിയൂ എന്ന പോലെ ഇത്തരമൊരു തെറ്റ് തൻ്റെ ഭർത്താവ് ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്നേരമാണ് ആദ്യ ഓഫീസിൽ നിന്ന് തിരികെ വന്നത്. ആദ്യയുടെ ഇടപെടൽ മൂലം അവർ വേഗം തന്നെ തിരികെ പോയി. നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ഐഷുവിനെ ആദ്യം ചേർത്ത് പിടിച്ചു. മാളുവിന് നീതി കിട്ടണം അമ്മ. അധികം വൈകാതെ തന്നെ എല്ലാം ശരിയാകും. എൻ്റെ അമ്മ കരയാൻ ഞാൻ ഇടവരുത്തില്ല, പോരെ. അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തവൻ മുകളിലേക്ക് പോയി. ആരെയും നോക്കാതെ വർമ്മയും അകത്തേക്ക് പോയി. അയാൾക്ക് പിറകെ ഐഷുവും. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണണം. പരിതപിച്ച് മുത്ത് സോഫയിലേക്കിരുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടു നിന്ന റാണിയുടെയും അച്ചുവിൻ്റെയും മുഖം വിളിറെ വെളുത്തു. അവർ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് നടന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മാളവിൻ്റെ നീതി നടപ്പിലാക്കാൻ ഇനി വെറും 3 ദിവസം മാത്രം ബാക്കി നിൽക്കവേ ഒരു ദിവസം രാത്രി ആദ്യ ഓഫീസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു ജാനു. അന്നേരമാണ് വർമ്മ അവിടേക്ക് വന്നത്. അയാളെ കണ്ടതും ജാനു ഇരുന്നിടത്തു നിന്നും വേഗം എഴുന്നേറ്റു. ഇരിക്കുമോളെ. അവൾക്കെതിരെ വർമ്മയും ഇരുന്നു. തെല്ല് നേരത്തെ മൗനത്തിന് ശേഷം. മോൾക്കെന്നോട് ദേഷ്യമുണ്ടോ? അയാളുടെ ചോദ്യം കേട്ടതും അവൾ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്തിനാ പപ്പ ഇപ്പം ഇങ്ങനെയൊക്കെ? പൂർത്തിയാക്കാൻ സാധിക്കാതെ അവൾ നിർത്തി. നീ എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകളായിട്ട് കൂടെ നിന്നെ സ്നേഹിക്കാൻ പപ്പയ്ക്ക് കഴിഞ്ഞില്ല. അല്ല, എന്തിനു പറയുന്നു, ഒരു കാലം കഴിഞ്ഞപ്പോൾ സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാൻ കഴിയാതെ പോയ ഒരച്ഛനാണ് ഞാൻ. അയാളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് വേദനയോടെ നോക്കി ജാനു. എന്തിനാ പപ്പ കരയുന്നേ? ഒന്നുമില്ല മോളെ, എന്തോ കുട്ടിയെ ഒന്ന് കാണാൻ തോന്നി, അതാ വന്നത്. അധികം മഞ്ഞു കൊള്ളാൻ നിൽക്കണ്ട, പോയി കിടന്നോ. അത് പറഞ്ഞ് തിരികെ വർമ്മ കാണുന്നത് വാതിൽ പടിയിൽ ചാരി കൈകെട്ടി നിൽക്കുന്ന ആദിയെയാണ്. തൻ്റെ മകൻ ആർദ്രമായുള്ള മന്ത്രിച്ചു. ഇന്നവൻ തന്നോളമായിരിക്കുന്നു. അല്പനേരം മുഖാമുഖം നോക്കി നിന്നെങ്കിലും പെട്ടെന്നാണ് വർമ്മ ആദിയെ പുണർന്നത്. അവൻ്റെ കൈകൾ അയഞ്ഞു. യാന്ത്രികമായി തിരികെ പുണരാൻ കൈ ഉയർത്തിയതും അവനിൽ നിന്നും അടർന്നു മാറി അയാൾ പുറത്തേക്ക് പോയി. പോകുന്ന വഴിയിൽ ഉറങ്ങിക്കിടക്കുന്ന ആരുവിനെയും ലക്കിയെയും ഒന്ന് നോക്കി നെറുകയിൽ ചുംബിച്ച് അയാൾ മുത്തുവിൻ്റെ മുറിയിലേക്ക് പോയി. ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ അല്പനേരം നിറകണ്ണുകളോടെ നോക്കി നിന്ന ശേഷം ആൾ കാൽപാദങ്ങളിൽ മെല്ലെ മുഖം ചേർത്ത് പുറത്തേക്കിറങ്ങി. പതിവിലും വിപരീതമായി തന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന പാതിയെ സന്തോഷവും അതിലുപരി ആശങ്കയും നിറഞ്ഞ മനസ്സോടെ ഐഷു നോക്കിക്കിടന്നു. ഒടുവിൽ ക്രിസ്റ്റൽ മാൻഷൻ പൂർണ്ണമായും ഇരുട്ട് വിഴുങ്ങിയപ്പോൾ നിർത്താതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഇടറുന്ന മനത്തോടെ അലോക് വർമ്മ ആ വീടിൻ്റെ പടിയിറങ്ങി. പതിവ് പോലെ എല്ലാവരും എഴുന്നേറ്റ് അവരുടേതായ തിരക്കുകളിൽ മുഴുകി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചിത്രാമ്മ സ്പെഷ്യൽ വെള്ളയപ്പവും ചിക്കൻ കുറുമയുമാണ്. അവരെ സഹായിച്ച് അടുത്ത് തന്നെ ജാനുവും ഐഷുവും. മുത്തു മെഡിസിൻ കഴിക്കുന്നതിനാൽ 8 മണിയൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കൂ. ആദ്യ സായിയെ കുത്തിപ്പൊക്കി ഓടാൻ പോയി. ലക്കി ഹോസ്പിറ്റൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ രാവിലെ തന്നെ മാൻഷൻ ലാൻഡായ അഞ്ജു കോളേജിൽ പോകാൻ ആരുവിനെ ബ്യൂട്ടീഷ്യൻ ചെയ്യുവാണ്. ഹാളിലെ സോഫയിലിരുന്ന് അന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കുന്ന മിസ്റ്റർ വർമ്മയ്ക്ക് ജാനു ചായ കൊടുത്തതും അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. തിരികെ അവളും നിറഞ്ഞ ചിരി. അന്നേരമാണ് ആദിയും സായിയും അകത്തേക്ക് വന്നത്. അവൾ അവരെ ചിരിയോടെ നോക്കി. സായി അവളെ ചേർത്ത് പിടിച്ച ശേഷം വർമ്മയ്ക്കടുത്തേക്കായി സോഫയിലിരുന്നു. ആദ്യം മറ്റാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും
ജാനിയെ ചുണ്ട് കൂർപ്പിച്ച് കണ്ണുറുക്കി കാണിച്ചു. സായിക്കടുത്തായിരുന്നതും അവനെ കൂർപ്പിച്ച് നോക്കി അവൾ അടുത്തേക്ക് നടന്നു. കഷ്ടം. കിച്ചുവിൻ്റെ ശബ്ദം കേട്ടതും ആദി അവനെ നോക്കി ചിരിച്ചു. കാര്യമായിട്ട് ന്യൂസ് വായിക്കുന്ന വർമ്മയെ നോക്കി ആദിയും സായിയും. അവളുടെ തുറിച്ചു നോക്കുന്ന നോട്ടം കണ്ടതും വർമ്മ ഒന്നും തന്നെ മിണ്ടാതെ സ്പോർട്സ് പേജ് സായിക്കും ബിസിനസ് പേജ് ആദിക്കും നൽകി. പരസ്പരം നോക്കി കണ്ണുറുക്കി അവർ പേപ്പർ വായിച്ചു തുടങ്ങി. എന്നാൽ ഇരുവർക്കും വേണ്ടി ചായയുമായി വന്ന ഐഷു ഈ കാഴ്ച കണ്ടതും തറഞ്ഞു നിന്നു. സന്തോഷമോ സങ്കടമോ ആശ്ചര്യമോ അങ്ങനെ എന്തൊക്കെയോ. മുന്നിലിരിക്കുന്നവരെ മതിവരാതെ നോക്കി നിന്ന് അവർ പിന്തിരിഞ്ഞ് നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും ആദിയും സായും അഞ്ജുവും ഓഫീസിലേക്ക്, ലക്യു ഹോസ്പിറ്റലിലേക്കും ആരു കോളേജിലേക്കും പോകാനിറങ്ങി. അന്നേരമാണ് അപ്രതീക്ഷിതമായി 2 പേർ വീട്ടിനുള്ളിലേക്ക് വന്നത്. ഒരു സ്ത്രീയും യുവാവും. അവരെ കണ്ടത് വെള്ളരി വിട്ടിയെ പോലെ നിന്നുപോയി വർമ്മ. വന്നവരെ മനസ്സിലാകാതെ നിൽക്കുന്ന ഐഷുവിനെ കാണെ ആദിക്ക് വേദന തോന്നിയെങ്കിലും എന്നായാലും എല്ലാത്തിനും ഒരു അവസാനം വേണമെന്ന ബോധ്യമുള്ളതിനാൽ അവൻ അവരിൽ നിന്ന് മുഖം തിരിച്ചു. വീട്ടിലേക്ക് വരുന്ന അതിഥിയെ പരിചയമില്ലെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പരസ്പരം നോക്കി. ഇനി നടക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഏകദേശം ധാരണയുള്ളതിനാൽ ജാനിയുടെ കൈകൾ അഞ്ജുവിൻ്റെ കൈകളിൽ മുറുകി. ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അധികാരപൂർവ്വം സോഫയിലേക്ക് ഇരുന്നവരെ അത്ഭുതത്തോടു കൂടിയാണ് എല്ലാവരും നോക്കിയത്. അപ്പം എന്താണ് മിസ്റ്റർ ആദിദേവ്, എല്ലാം അറിഞ്ഞിട്ടും മാളവിക കേസുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണോ ഉദ്ദേശം? ആഗതിൻ്റെ പരിഹാസം ഒളിപ്പിച്ച ചോദ്യം. അതിനും പറയേണ്ട കാര്യമില്ലല്ലോ മിസ്റ്റർ ഹേമന്ത്. പുച്ഛം നിറഞ്ഞ ആദിയുടെ മറുപടിയിൽ ഹേമന്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഇനിയൊരു അവസരം കൂടി തനിക്ക് നൽകില്ല ആദിദേവ്. ആലോചിക്കൂ, നല്ലതുപോലെ ആലോചിക്ക്. മാളവിക കേസുമായി മുന്നോട്ട് പോയ നഷ്ടം നിനക്കും നിന്റെ കുടുംബത്തിന് മാത്രമായിരിക്കും. ഇത്തവണ സംസാരിച്ചത് ആ സ്ത്രീയായിരുന്നു. ജാനു, അഞ്ജു, സായി, ആദി, വർമ്മ ഒഴികെയുള്ളവർ അവിടെ നടക്കുന്നതെന്തെന്ന് മനസ്സിലാവാതെ പരസ്പരം നോക്കി. എൻ്റെ കുടുംബം നോക്കാനും സംരക്ഷിക്കാനും എനിക്കറിയാം മിസ് ശിവഗാമി. അത്രമാത്രം പറഞ്ഞ ആദി വർമ്മയെ നോക്കി. അയാൾ അനുഭവിക്കുന്ന ആത്മസംഘർഷം അവന് മനസ്സിലാകാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ. എല്ലാവരും ഞെട്ടിക്കൊണ്ടാണ് ഒരു കൂട്ടം പോലീസുകാർ പെട്ടെന്ന് വീട്ടിനകത്തേക്ക് കയറി വന്നത്. അവരെ കണ്ടത് വന്നവരും അവിടെ നിന്നവരുമെല്ലാം വേഗം എഴുന്നേറ്റു. സീനിയർ ഓഫീസർ ആദിക്ക് കൈകൊടുത്തു. മിസ്റ്റർ ആദിദേവ്, മാളവിക കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കിയ അടിസ്ഥാനത്തിൽ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യാനാണ് ഈ നിമിഷം ഞങ്ങൾ വന്നത്. ഓഫീസറുകൾ വാക്കുകൾ കേൾക്കെ വിശ്വസിക്കാൻ പറ്റാതെ നിന്നുപോയി. ആദ്യൊഴികെ എല്ലാവരും. മിസ്റ്റർ ഹേമന്ത് ആൻഡ് മിസ്റ്റർ സുരേഷ്, മാളവിക കേസിൽ നിങ്ങൾക്കുള്ള പങ്ക് പോലീസിന് വ്യക്തമായതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹേമന്തിൻ്റെയും സുരേഷിൻ്റെയും മുഖം വിളറി വെളുത്തു. റാണിയും അച്ചുവും ശിവഗാമിയുമെല്ലാം പോലീസിനോട് തർക്കിച്ചെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഒന്നുമില്ല മോനെ, 24 മണിക്കൂറിനകം നിന്നെ അമ്മ തന്നെ പുറത്തെത്തിക്കും. അല്പം തൻ്റെടത്തോടു കൂടി അഹങ്കാരത്തോടു കൂടിയും ശിവഗാമി പറഞ്ഞു. സുരേഷും ഹേമന്തായി പോലീസുകാർ പടിയിറങ്ങി. അപ്പോഴും തൊട്ടുമുന്നേ നടന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുകയാണ് വർമ്മയും മറ്റുള്ളവരും. ആദി, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ചിത്രാമ്മയുടെ ശബ്ദത്തിന് പതിവിലും അധികം ഗൗരവമുണ്ടായിരുന്നു. എന്തിനവനോട് ചോദിക്കുന്നത്? എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് അഭിനയിച്ച് നടക്കുമല്ലേ അവൻ? ശിവഗാമി തൻ്റെ മുഴുവൻ ദേഷ്യവും വാക്കുകളിൽ ആവാഹിച്ചു. പെട്ടെന്നാണ് അവരുടെ മനസ്സിൽ മറ്റൊരു ചിന്ത വന്നത്. അതിന് ഫലമായി അവർ കടുത്ത മുഖത്തോടെ വർമ്മയുടെ നേർക്ക് നിന്നു. സ്വന്തം രക്തത്തിൽ പിറന്ന മകനെയാണ് കൺമുന്നിലൂടെ പോലീസ് കൊണ്ടുപോയത് എന്ന് അറിയാമായിരുന്നിട്ടും എങ്ങനെ കഴിഞ്ഞു അലോക് തനിക്ക് മൗനം പാലിക്കാൻ? ഹേമന്ത് വർമ്മ, അവൻ നമ്മുടെ മകനല്ലേ? നിങ്ങളിൽ നിന്നും എന്നിൽ ഉയരുകൊണ്ട നമ്മുടെ മകൻ. ഓരോ മൺതരിയെ പോലും വിറപ്പിക്കാൻ പ്രാപ്തമായ വാക്കുകൾ അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് മുതിർന്നപ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ ശില പോലെ നിന്നുപോയി ഐഷു. പ്രതിമ പോലെ നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളെ കാണി വർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തെറ്റ് ചെയ്യാതിരുന്നിട്ടും അയാളുടെ തല കുനിഞ്ഞു. കേട്ട വാക്കുകൾ ഒരു വേള അവരുടെ ഹൃദയം കീറി മുറിച്ചു. എങ്കിലും തൻ്റെ ഭർത്താവിനോടുള്ള വിശ്വാസത്തിൽ അവരുടെ മുഖം കടുത്തു. വീട്ടിൽ കയറി വന്നെന്ത് തോന്നിവാസവും വിളിച്ചു പറയാമെന്നാണോ നിങ്ങളുടെ വിചാരം? അമർഷം നിറഞ്ഞതായിരുന്നു ആ ചോദ്യം. അതിനു മറുപടിയായി പക നിറഞ്ഞ മനസ്സോടെ റാണി എന്തോ പറയാൻ വന്നതും ആദിയുടെ ശബ്ദം അവിടെ ഉയർന്നു. നിങ്ങൾ വന്ന കാര്യം ഭംഗിയായി നടന്നില്ലേ? അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചില്ലേ? ഇനി അച്ഛൻ്റെ പേര് പറഞ്ഞ അവകാശം സ്ഥാപിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒന്നോർത്തോ, മാളിയേക്കൽ വീട്ടിൽ ശ്രീ ശിവഗാമിയുടെ എല്ലാ കൊള്ളരുതായ്മകളും ഈ നിമിഷം ലോകമറിയും. സോ ചോദ്യവും വിസ്താരവും ഒന്നുമില്ല. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ആദിയുടെ വാക്കുകളിൽ മുഖത്തടി കെട്ടിയ പോലെ വിളറി വെളുത്തു ശിവഗാമി. പിന്നെ ഒന്നും പറയാതെ കത്തുന്ന കണ്ണുകളുമായി പക നിറഞ്ഞ മനസ്സോടെ അവർ പടിയിറങ്ങി.
ഭർത്താവിനെ പോലീസുകാർ കൊണ്ടുപോയ വിഷമമുണ്ടെങ്കിലും ഇനി നടക്കാൻ പോകുന്ന പൊട്ടിത്തെറികൾ ആസ്വദിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് റാണി, കൂടെ അച്ചുവും. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ രണ്ടും ഇവിടെ നിന്നിറങ്ങണം. അപ്രതീക്ഷിതമായ ആദിയുടെ വാക്കുകൾ റാണിയെയും അച്ചുവിനെയും ഭയപ്പെടുത്തി. അത് പറയാൻ നിനക്കെന്താ അവകാശം? റാണിയുടെ ചോദ്യത്തിന് ആദിയുടെ മറുപടി പുച്ഛം നിറഞ്ഞ ചിരിയായിരുന്നു. അവൻ തൻ്റെ ഫോണിൽ ഒരു വീഡിയോ ഓണാക്കി റാണിയുടെ കയ്യിൽ കൊടുത്തു. ആ വീഡിയോ കണ്ടതും ശ്വാസമെടുക്കാൻ മറന്ന പോലെ നിന്നു റാണി. അച്ചുവിൻ്റെ മുഖം വിളറി വെളുത്തു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവജ്ഞ നിറഞ്ഞ നോട്ടം അച്ചുവിന് നേരെ നൽകി അവർ അകത്തേക്ക് പോയി. അല്പസമയത്തിനു ശേഷം 2 ബാഗുകളുമായി തിരികെ വന്നു. മുത്തുവിൻ്റെ മുന്നിലാണ് അവർ വന്നത്. അറിയാം, ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്ന്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എല്ലാത്തിനും ഞാനും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനിയും ആരെയും ദ്രോഹിക്കാൻ ഞാനോ എൻ്റെ മകളോ ഈ വീട്ടിൽ കാണില്ല. പൊറുക്കാൻ കഴിയുമെങ്കിൽ പൊറുക്കണം. അത്രമാത്രം പറഞ്ഞ അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചവർ നടന്നകന്നു. ആദി, നിങ്ങളെല്ലാവരും ചേർന്ന് കാണിക്കുന്ന നാടകത്തിൻ്റെ സത്യാവസ്ഥ ഈ നിമിഷം നീ പറയണം. മാളവിക മോളുടെ മരണത്തിന് സുരേഷ് എന്ത് തെറ്റ് ചെയ്തു? ഹേമന്ത് വർമ്മ, അവനും നമ്മുടെ കുടുംബവുമായുള്ള ബന്ധമെന്ത്? ശിവഗാമിയുടെ വാക്കുകൾക്ക് മറുപടിയില്ലാതെ നീയും നിന്റെ അച്ഛനും തലതാഴ്ത്തിയതിന് കാരണമെന്ത്? ചോദ്യക്ഷരങ്ങളാൽ മുത്തുവിൻ്റെ ശബ്ദമുയർന്നു. ഇല്ല, ഒന്നും ഇനി മറച്ചു വയ്ക്കുന്നില്ല. ഇത്രയും നാളെല്ലാം അറിഞ്ഞിട്ടും ഉള്ളിൽ ഒതുക്കി നടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഇനിയില്ല. നിങ്ങൾക്കറിയേണ്ടത് ശിവഗാമി ആരെന്നല്ലേ? 25 വർഷങ്ങൾ മുൻപ് അച്ഛൻ്റെ PA ആയിരുന്നവർ ശിവഗാമി നമ്പ്യാർ. പിന്നെ ഹേമന്ത് വർമ്മ, അവർ പറഞ്ഞതുപോലെ അലോക് വർമ്മയുടെ മകൻ. ആദി, വിശ്വസിക്കാൻ കഴിയാതെ നേർത്ത സ്വരത്തിൽ ഐഷു വിളിച്ചു. ലക്കിയുടെയും ആരുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. സത്യമാണമ്മ, വിശ്വസിക്കാൻ കഴിയാത്ത അപ്രിയ സത്യം. പക്ഷെ ആ സത്യത്തിന് പിന്നിലും ഒരു ചതിയുടെ കഥയുണ്ടായിരുന്നു. തകർന്ന മനസ്സോടെ ഓരോരുത്തരും ആദിയുടെ വാക്കുകൾക്ക് കാതോർത്തു. അലോക് വർമ്മ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബിസിനസ് മേഖലയിൽ ശ്രദ്ധ നേടിയ ഒരാൾ. ഒരുപാട് എതിരാളികളുള്ള പോലെ തന്നെ അയാളെ ആരാധിച്ച ഒത്തിരി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. എന്നാൽ അലോക് വർമ്മയുടെ ഹൃദയം നിറയെ അയാളുടെ പ്രിയ പത്നി ഐശ്വര്യവർമ്മ മാത്രമായിരുന്നു. ആദ്യ ജനിച്ച് 4 വർഷം കഴിഞ്ഞപ്പോൾ ലക്കിക്ക് 3 വയസ്സായപ്പോഴാണ് ഐഷു ആരുവിനെ പ്രഗ്നൻ്റ് ആവുന്നത്. സമാധാനമായി കഴിഞ്ഞ നാളുകൾ സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന ദിവസങ്ങൾ. ആ സമയത്താണ് അലോക് വർമ്മയുടെ PA ആയി ശിവഗാമി വരുന്നത്. ആദ്യം മുതൽക്ക് അവളുടെ ചിന്തകളിൽ അലോക് വർമ്മ നിറഞ്ഞു നിന്നിരുന്നു. പതിയെ പതിയെ പ്രണയം എന്ന പേരിൽ ഒബ്സഷൻ പോലെയായി മാറി. അന്നേരം വർമ്മയ്ക്ക് കുടുംബവും കുട്ടികളും ഉണ്ടെന്ന് അവൾ അറിഞ്ഞു. പക്ഷേ അയാളോടുള്ള ഒബ്സഷൻ കാരണം അവൾ ആ സത്യം മനഃപൂർവ്വം മറന്നു കളഞ്ഞു. പല പ്രാവശ്യം വർമ്മയെ തൻ്റെ വരുതിയിലാക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. അവസാനം ചതിപ്രയോഗം തന്നെ നടത്താൻ അവർ തീരുമാനിച്ചു. അവസരത്തിന് കാത്തിരുന്നത് പോലെ വർമ്മ തൻ്റെ ബിസിനസ് വിജയം അനുബന്ധിച്ച് തയ്യാറാക്കിയ പാർട്ടിയിൽ വെച്ച് ജ്യൂസ് എന്ന പേരിൽ ശിവഗാമി അയാളെ ഡ്രഗ്സ് കഴിപ്പിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം സുബോധം നഷ്ടപ്പെട്ട വർമ്മയെ ഒരു പരിചയക്കാരൻ വഴി അയാൾക്ക് പണം നൽകി ശിവഗാമി വർമ്മയെ റൂമിലേക്ക് മാറ്റി. ആ രാത്രി വർമ്മയുടെ അറിവില്ലാതെ തന്നെ അബോധാവസ്ഥയിൽ ഇരുവരും ഒന്നുചേർന്നു. പിറ്റേ ദിവസം സ്വബോധം നഷ്ടപ്പെട്ട വർമ്മ തന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കുകയായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് ശിവഗാമി അയാളോട് പറഞ്ഞു. പക്ഷേ അയാളോടുള്ളത് പ്രണയമല്ലാത്തതിനാലും തൻ്റെ ആവശ്യം നടന്നതുകൊണ്ട് ശിവഗാമി തൽക്കാലം ഈ കഴിഞ്ഞതെല്ലാം മറന്നുകളയാൻ വർമ്മയെ നിർബന്ധിച്ചു. എല്ലാ സത്യങ്ങളും ഐശ്വര്യയോട് പറയാൻ വർമ്മ തീരുമാനിച്ചെങ്കിലും പ്രഗ്നൻസി ടൈമിൽ അവളുടെ BP വേരിയേഷൻ കാരണമൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ കുറ്റബോധമുണ്ടെങ്കിലും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു കുഞ്ഞാശ്വാസവും അയാൾക്കുണ്ടായിരുന്നു. ഒപ്പം ഐഷു തന്നെ മനസ്സിലാക്കുമെന്ന വിശ്വാസവും. ഇത്തവണ പ്രഗ്നൻസിയിൽ ചെറിയ പ്രശ്നങ്ങൾ കൂടാതെ ഹാർട്ട് പ്രോബ്ലവും ഉണ്ടായതിനാൽ ഇനി അങ്ങോട്ട് അധികം ടെൻഷനൊന്നും വരുന്ന കാര്യങ്ങൾ ഐഷുവിനോട് പറയരുതെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആരു ജനിച്ചു. ജീവിതം പഴയതുപോലെ മുന്നോട്ട് പോയി. ശിവഗാമി റിസൈൻ ലെറ്റർ അയച്ച് ആ നാട്ടിൽ നിന്ന് പോയി എന്നും അയാൾ അറിഞ്ഞിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായാണ് ശിവഗാമി പ്രഗ്നൻ്റ് ആയത്. അതോടെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നാൽ വർമ്മയ്ക്കെതിരെ വരാനുള്ള ധൈര്യം അന്നേരം അവർക്കില്ലായിരുന്നു. അങ്ങനെയാണ് ശിവഗാമിയുടെ മകൻ ഹേമന്ത് ജനിക്കുന്നത്. പല ഇൻ്റർവ്യൂകളിലും സന്തോഷത്തോടെയുള്ള വർമ്മയും കുടുംബവും കാണുമ്പോൾ ശിവഗാമിയുടെ ഉള്ളിൽ മറ്റു പല ചിന്തകളും ഉയർന്നു വന്നു. സുരേഷും മിസ്റ്റർ വർമ്മയുമായുള്ള അകൽച്ച അറിയാവുന്നത് കൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം ശിവഗാമി സുരേഷുമായി കൂടിക്കാഴ്ച നടത്തുകയും ഹേമന്തിൻ്റെ കാര്യം പറയുകയും ചെയ്തു. സ്വത്തുക്കളുടെ പേരിൽ വർമ്മയോടുള്ള ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സുരേഷ് അവസരം വിനിയോഗിച്ചു.
ശിവകാമിക്ക് വർമ്മയിൽ ഒരു മകനുണ്ടായി എന്ന സത്യം അയാളെ അറിയിക്കുകയും ഹേമന്തിൻ്റെ പേര് പറഞ്ഞ് വർമ്മയെ അയാൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഐഷുവിന് ഒരുപാട് പ്രഷറൊന്നും താങ്ങാൻ കഴിയാത്തതിനാൽ സത്യങ്ങളൊന്നും പറയാൻ വയ്യാതെ ഓരോ ദിവസവും വർമ്മ വീർപ്പുമുട്ടി. പതിയെ പതിയെ അയാൾ തൻ്റെ കുടുംബത്തിൽ നിന്നും അകന്നു തുടങ്ങി. ചിത്രാമ്മയുടെ സ്വത്തും ആദ്യ സ്വന്തമായി ഉണ്ടാക്കിയ കോടിക്കണക്കിന് ആസ്തിയും വർമ്മയുടെ സ്വത്തുമെല്ലാം ലക്ഷ്യം വെച്ച് അച്ചുവും ആദിയുമായുള്ള വിവാഹം സുരേഷ് കണക്കുകൂട്ടി. അതിനായി അയാൾ അച്ചുവിൻ്റെ മനസ്സിൽ ആദിയോടുള്ള പ്രണയം നിറച്ചു. പണത്തോട് അത്യാർത്തിയുള്ള റാണിയും സപ്പോർട്ടായി നിന്നു. വർമ്മ മുഖേന ആദിയും അച്ചുവുമായുള്ള കല്യാണം നടത്താൻ അവർ തീരുമാനിച്ചു. ആദ്യമെല്ലാം വർമ്മ ശക്തമായി എതിർത്തെങ്കിലും ഹേമന്തിൻ്റെ കാര്യം ഐഷുവിനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി സുരേഷ് അയാളെ തൻ്റെ കൈപ്പിടിയിലാക്കിയിരുന്നു. ഒട്ടും പറ്റില്ല എന്നായപ്പോൾ അയാൾ ഐഷുവിനോട് സത്യം പറയാൻ തീരുമാനിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായി അവർക്ക് വന്ന നെഞ്ചുവേദന അയാളെ പിന്തിരിപ്പിച്ചു. ആയിടക്കാണ് അവർക്കിടയിലേക്ക് മാളു കടന്നു വരുന്നത്. ആദിയോടുള്ള മാളുവിൻ്റെ അടുപ്പവും ആദി മാളുവിനോട് കാണിക്കുന്ന സ്നേഹവും അച്ചുവിലും സുരേഷിലും പക നിറച്ചു. അജുവും മാളുവും തമ്മിലുള്ള പ്രണയം അവർക്കറിയാത്തതിനാൽ മാളു ആദിയെ പ്രണയിക്കുന്നു എന്നവർ വിശ്വസിച്ചു. അക്കാരണത്താൽ മാളുവിനെ ഇല്ലാതാക്കാൻ അവർ തീരുമാനമെടുത്തു. എന്നാൽ ഹേമന്തിന് മാളുവിനോട് തോന്നിയ കാമശക്തി കാര്യങ്ങൾ മാറ്റിമറിച്ചു. വർമ്മയുടെ ഫോൺ ഉപയോഗിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്ന ദിവസം മാളുവിനെ ഹേമന്ത് ഒരിടത്ത് വിളിച്ചു വരുത്തുകയും അവളെ അവൻ ബലമായി കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഇടയ്ക്കെപ്പോഴും അവൻ്റെ കൈകൊണ്ട് തന്നെ അവളുടെ ശ്വാസം നിലച്ചു. നാളുകൾക്ക് ശേഷമാണ് വർമ്മ ഈ സത്യം അറിയുന്നത്. അപ്പോഴേക്കും സുരേഷ് അയാളെ മാനസികമായി തകർത്തിരുന്നു. പക്ഷേ വർമ്മയുടെ നെഞ്ചിലെ ചൂടിൽ ആ കൈകളുടെ സുരക്ഷിതത്തിൽ വളർന്ന ആദിക്ക് തൻ്റെ അച്ഛനെ പൂർണ്ണമായും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പുറമേ തെളിവുകളിൽ വിശ്വസിച്ചു. പക്ഷേ ആരും അറിയാതെ അവൻ സത്യത്തെ തേടിപ്പോയി. ഒന്നിനു പുറകെ ഓരോന്നായി അവൻ കണ്ടെത്തി. പല പല സംശയങ്ങൾക്കുള്ള ഉത്തരം അച്ചുവിലൂടെ കിട്ടുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ ഒരു പ്രണയ നാടകം നടത്തിയ അവൻ അതിൽ അവൾ വീഴുകയും ചെയ്തു. ആദ്യം ആളുവിൻ്റെ കേസ് ഓപ്പൺ ചെയ്തതറിഞ്ഞ് അത് പിൻവലിക്കണമെന്ന ഭീഷണിയുമായി ഹേമന്ത് വർമ്മയ്ക്ക് മുന്നിൽ വന്നു. അതേ തുടർന്ന് അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. പക്ഷേ വർമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ഒരിക്കൽ പോലും ആദി ചിന്തിച്ചിരുന്നില്ല. ഈശ്വര നിശ്ചയം പോലെ രാത്രിയിൽ ഉറക്കം വരാതെ ബാൽക്കണിയിൽ നിന്ന് ആദി അത് കണ്ടു. മറ്റൊന്നും ചിന്തിക്കാതെ അയാൾക്ക് പിറകെ പാഞ്ഞു. റോഡിലൂടെ അനാഥനെ പോലെ നടക്കുന്ന അച്ഛനെ അവൻ ഓടിപ്പോയി നെഞ്ചോട് ചേർത്തിരുന്നു. അപ്രതീക്ഷിതമായിരുന്നതിനാൽ അയാളും ഒന്ന് പകച്ചു. ആദ്യം തന്നെ വർമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. താൻ അറിഞ്ഞ സത്യങ്ങൾ അയാളെ അറിയിച്ചു. ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. വർമ്മയ്ക്ക് പറയാനുള്ളത് മുഴുവൻ സമാധാനത്തോടെ കേട്ടു. ആ രാവ് പുലരുമ്പോൾ മുന്നോട്ടുള്ളത് തരണം ചെയ്യാൻ അച്ഛന് കരുത്തായി മകൻ മാറിയിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ആദ്യം അവരെയും ഒന്ന് നോക്കി. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു ജാനു, അഞ്ജു, സായി ഒഴികെ എല്ലാവരും. ശിവകാമിയോ ഹേമന്തോ ഒന്നും തന്നെ ഐശ്വര്യനെ ബാധിച്ചില്ല. പക്ഷേ തൻ്റെ പാതി ഇത്രത്തോളം സംഘർഷം അവൻ അനുഭവിച്ചതൊന്നും എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി എന്നും ഓർത്തപ്പോൾ അവർക്ക് വല്ലാത്ത വേദന തോന്നി. കണ്ണുകൾ നിറഞ്ഞു. മുത്തുവിൽ തൻ്റെ മകനെ ചേർത്ത് പിടിക്കാതെ പോയ കുറ്റബോധം തെളിഞ്ഞു. ചിത്രാമ്മയ്ക്ക് സുരേഷിനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു ചിന്ത. ഐഷു അറിഞ്ഞുകൊണ്ട് നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ലടോ. നിന്നെ മറന്ന് മറ്റൊരു പെണ്ണിനെ ബോധത്തോടു കൂടെ സ്പർശിക്കാൻ പോലും എനിക്ക് കഴിയില്ല. പക്ഷേ അവളുടെ ചതി തകർത്തു എന്നെ. ഇനി എനിക്ക് ഒന്നേ ചിന്തിക്കാനുള്ളൂ. ക്ഷമിക്കുമോ നീ എന്നോട്? അയാളുടെ കണ്ണുനീർ കാണിച്ചു കൊടുത്തു അയാളുടെ ഉള്ളിലെ സത്യം. തൻ്റെ പാതിയെ ഇരുകൈകളാൽ പുണർന്നുകൊണ്ടായിരുന്നു അവർ മറുപടി നൽകിയത്. അധികം വൈകാതെ തന്നെ അവർക്കിടയിലേക്ക് ലക്കിയും ആരുവും ഇടിച്ചു കയറി വന്നിരുന്നു. വിടർന്ന മുഖത്തോടെ സന്തോഷത്തോടെ എല്ലാവരും അത് നോക്കിക്കണ്ടു. മൂവരെയും ഒന്ന് ചേർത്ത് പിടിച്ച ശേഷം വർമ്മ പതിയെ ആദിക്കരികിലേക്ക് നടന്നു. നേർക്കുനേർ. എല്ലാവരുടെയും ശ്രദ്ധ ഇരുവരിലേക്കും ചുരുങ്ങി. വർമ്മയുടെ ആദരം ആദിയുടെ നെറുകയിൽ പതിഞ്ഞു. നീ ഐഷുവിൻ്റെ ഉദരത്തിലായിരുന്ന സമയം കാണാതിരുന്നിട്ടും അറിയാഞ്ഞിട്ടും എൻ്റെ മകൻ എന്നായിരുന്നു എൻ്റെ മനസ്സ് മന്ത്രിച്ചത്. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് നിന്നെ എൻ്റെ കൈകളിലേക്ക് തന്നു. അന്നു മുതൽക്ക് എൻ്റെ നെഞ്ചിലെ ചൂടിൽ വളർന്നു നീ. വളരുന്നതനുസരിച്ച് ഇടറി വീഴാതെ എൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു നടന്നു നീ. എന്നാൽ ഇന്നിടറി വീഴാനാഞ്ഞ ഞാൻ നിൻ്റെ കൈകളിലാണ് മുറുക്കെ പിടിച്ചത്. ഓരോ നിമിഷവും വേദനയോടെ ആണെങ്കിലും ഞാൻ കരുതിയിരുന്നത് എല്ലാവരെയും പോലെ നീയും തെളിവുകൾക്ക് മുന്നിൽ മൗനം പാലിക്കുമെന്നായിരുന്നു. പക്ഷേ എൻ്റെ ചിന്തകളെ നീ മാറ്റിമറിച്ചു. എനിക്കെതിരെ വ്യക്തമായ തെളിവുകൾ മുന്നിൽ നിരന്നിട്ടും അത് ഉപേക്ഷിച്ച് നീ സത്യം തേടിപ്പോയി.
പലപ്പോഴും സുരേഷിനാൽ ഞാൻ തകർന്നിരിക്കുമ്പോൾ പുറമെ ദേഷ്യം കാണിച്ച് ഞാൻ അറിയാതെ ആരെയും അറിയിക്കാതെ കിച്ചുവിനെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. നീ എനിക്കൊപ്പം തന്നെ നിന്നു. നിന്നെ പോലെ ഒരു മകൻ എൻ്റെ ഭാഗ്യമാണ് മോനെ. ആദിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വർമ്മയെല്ലാവരും സന്തോഷത്തോടെ നോക്കി നിന്നു. അല്ല, റാണിയും അച്ഛനും ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്തായിരുന്നു? ആ വീഡിയോ? ഈ ചോദ്യം ചിത്രാമ്മയുടെ ആയിരുന്നു. ആദിയുടെ മുഖം വാടി. പറയണോ വേണ്ടേ ചിന്തിച്ചവൻ. ഒടുക്കം ആർക്കും സുരേഷിനോട് ഒരല്പം പോലും കരുണ തോന്നാതിരിക്കാൻ അവൻ അത് വെളിപ്പെടുത്തി. പ്രതികാരത്തിൻ്റെ പേരിൽ തുടങ്ങിയതാണെങ്കിലും ശിവകാമിയും സുരേഷും തമ്മിൽ മറ്റൊരു തരത്തിൽ ബന്ധം തുടങ്ങിയിരുന്നു. അതിന് സപ്പോർട്ട് അച്ചുവും. അന്ന് അച്ചുവുമായി ഹോട്ടലിൽ നിന്ന സമയത്ത് അവൾ അറിയാതെ അല്പം ആൽക്കഹോൾ ഡ്രിങ്ക്സിൽ കലക്കി കൊടുത്താണ് അവളിലൂടെ തന്നെ ഈ സത്യം ഞാൻ അറിഞ്ഞത്. അതിന് തെളിവായി സുരേഷിൻ്റെ ലാപ്പിലുണ്ടായിരുന്ന വീഡിയോയും അവൾ ഓർമ്മയില്ലാതെ പറഞ്ഞു. പാസ്വേഡ് ഉപയോഗിച്ച് ഞാൻ കണ്ടെത്തിയിരുന്നു. പക്ഷേ റാണി അപ്പയ്ക്ക് ഇതൊന്നും അറിയില്ല. ആ വീഡിയോ തന്നെയാണ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തത്. ഒരിക്കലും ഇത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയെങ്കിലും അമ്മയും മോളും പഠിക്കട്ടെ. ആദിയുടെ വാക്കുകളിലൂടെ ആ വീട്ടിലെ ഓരോരുത്തരും സുരേഷിനെ വെറുത്തു. നിശബ്ദമായ നിമിഷങ്ങൾ. മോളെ. സായിയുടെ സ്വരമുയർന്നതും എല്ലാവരും അവനെ നോക്കി. സായിയുടെ നെഞ്ചിൽ തളർന്നു കിടക്കുന്ന ജാനു. പാറു. ആദിയുടെ ശബ്ദമുയർന്നു. അവൻ ഓടിപ്പോയി അവളെ നെഞ്ചിലേക്ക് ചേർത്തു. അഞ്ജുവും സായിയും ഒഴികെ എല്ലാവരും കണ്ണുമിഴിച്ച് നിന്നുപോയി.